ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണ് അർത്ഥം? നമ്മുടെ രക്തത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ട്, ആവശ്യത്തിലധികം ഇൻസുലിൻ ഉണ്ട്, പക്ഷെ ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് പറ്റും? കോശങ്ങളിലേക്ക് ഇൻസുലിൻ്റെ റോൾ എന്താ? കോശങ്ങളിലേക്ക് ഈ ഗ്ലൂക്കോസിനെ സപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ആ കോശങ്ങൾ ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്ലൂക്കോസിനെ കടത്തി വിടുകയുള്ളൂ. ഇൻസുലിൻ റെസിസ്റ്റൻസ് കാലാകാലങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് പറ്റും? ഈ PCOD പോലുള്ള പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് പോലുള്ള അസുഖങ്ങൾ വരും. കാരണം നമ്മുടെ ആർത്തവത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കോശങ്ങളെയും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ബാധിക്കും. ഓഫ് കോഴ്സ് വേറെ എല്ലാ കോശങ്ങളെയും ബാധിക്കാം. നമ്മുടെ തൈറോയിഡിനെ ബാധിച്ച് നമുക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാക്കാം. നമ്മുടെ എഡ്രിനൽ ഗ്രന്ഥിയിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്നെങ്കിൽ അതും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ മോശമാക്കും. പല കാര്യങ്ങളും നടക്കും. പക്ഷെ പൊതുവേ ഒരു ഇൻസുലിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ വൺ മേജർ കാരണം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി തന്നെയാണ്. ഇൻസുലിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്ക് ശരീരത്തിൽ കിട്ടുന്നില്ല. അപ്പം ക്രോമിയം അതുപോലത്തെ കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ഭക്ഷണത്തിൽ കിട്ടണം. അപ്പം ഒരു ബാലൻസ്ഡ് ആയിട്ട് ഡയറ്റ് കഴിച്ചാൽ മാത്രമേ പലപ്പോഴും നമുക്ക് ഈ എല്ലാ പോഷകാംശങ്ങളും കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു അസുഖം ഉണ്ടെന്നിരിക്കട്ടെ, പലപ്പോഴും നമുക്ക് സാധാരണ ലെവലിലുള്ള ന്യൂട്രിയൻസ് പോരാ, അതിനേലും കൂടുതൽ എടുക്കേണ്ടി വരും. കാരണം എന്നാലേ നമുക്കൊരു കുറവ് നികത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ പലപ്പോഴും സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടത്.